ഒരു നഗരം ഉണരുന്നത് ശുചീകരണ തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളിലൂടെ ആണെന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ? ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി നമ്മൾ നേരിൽ കണ്ട ആമയഴിഞ്ചാൻ തോട്ടിലെ ദുരന്തം നമ്മളെ കണ്ട് ഒരിക്കലെങ്കിലും ചിന്തിപ്പിച്ചോ ആ ദുരന്തത്തിൽ നമ്മളും കാരണമാണെന്ന്? ഞാൻ 8 വർഷമായിട്ട് നഗരസഭ ജീവനക്കാരനാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ നാട്ടുകാർ കൊണ്ടിരുന്ന വേസ്റ്റ് നമ്മളെടുക്കാമോ നമ്മളെ തന്നെ ഇവരെല്ലാവരും നമ്മൾ കൊണ്ടിട്ട വേസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ ജോയിയെ കണക്ക് തന്നെ ഞാനും എന്നുള്ള വ്യക്തി. അപ്പം ഞാനും എൻ്റെ വീട്ടിൽ നഷ്ടപ്പെട്ട അത് തന്നെ എല്ലാവർക്കും ഉള്ളത്. ഇപ്പം ഇവർ 2 ദിവസം കൊണ്ട് ചെയ്യണത് അതല്ല, നമ്മൾ നിരന്തരം എല്ലാ ദിവസവും നമ്മൾ നിരന്തരം നൈറ്റ് നിന്നായിരുന്നാലും ശരി തന്നെ ഈ മാലിന്യം മാറ്റുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 2 ദിവസം കൊണ്ട് നമ്മൾ ഒരു അടച്ച് ആക്ഷേപിക്കുന്നത് അങ്ങനത്തെ അതൊന്നുമല്ല. നമ്മൾ എല്ലാ ദിവസവും നാട്ടുകാരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ മാലിന്യം മാറ്റുന്നുമുണ്ട്. ഇപ്പോൾ 2 ദിവസം അതിൻ്റെ ഇതിൽ ഇപ്പോൾ എല്ലാവരും അങ്ങ് ഇതായിട്ട് നിൽക്കുകയാണ്. നമ്മളെ ഒരുമാതിരി അടിച്ചാക്ഷേപിക്കുന്ന കണക്കാണ്. നമ്മൾ ഇപ്പോൾ ഈ 2 ഇതെല്ലാം ഇപ്പോൾ കഴിയാൻ നേരത്ത് നമ്മൾ വീണ്ടും നാളെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജോലി. നിരന്തരം നമ്മൾ ഈ ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നാട്ടുകാർ വേസ്റ്റ് ഇടണതിൽ കോർപ്പറേഷൻ, ഹരിതകർമ്മയുണ്ട്, തുമ്പൂർ മൊഴി ബിന്നുണ്ട്, അവിടെയൊക്കെ കൊണ്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഇത് റോട്ടിലെ എറിയോളൂ, ഓടയിലെ എറിയോളൂ എന്നുള്ള സംഭവങ്ങളിലാണ് ഇതിൽ സംഭവിക്കുന്നത്. നമ്മളല്ലാതെ ആരെയും അവരവരെ വീട്ടിൽ നിന്ന് നമ്മളെ കൊണ്ടുവരുന്നില്ല. നമ്മളെ വീട്ടിൽ കൊണ്ടുപോകുന്ന വേസ്റ്റും ഇല്ല. നമ്മൾ ടൺ കണക്കിനാണ് ഇവിടുന്ന് വേസ്റ്റ് മാറ്റുന്നത്. അതൊന്നും ആരും ഒന്നും പറയില്ല, അതൊന്നും ആരും കാണുകയില്ല. കേരള ജനത എത്ര കണ്ട് പ്രബുദ്ധരാണെന്ന് പറഞ്ഞാലും ഇനിയും നമ്മൾ പഠിക്കാത്ത ഒന്നാണ് ശുചിത്വം. നമ്മുടെ നാടിൻ്റെ സംവിധാനങ്ങളെയും ഉദ്യോഗസ്ഥരെയും പഴിചാരുമ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ നാടിൻ്റെ ശുചിത്വത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നാണ്. നഗരസഭയുടെ കീഴിൽ 1200ഓളം വരുന്ന ശുചീകരണ തൊഴിലാളികൾ എന്നും ടൺ കണക്കിന് മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നഗരസഭയ്ക്ക് കൃത്യമായ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഇല്ലാത്തത് കൊണ്ടല്ല, ജനങ്ങൾ ആ സംവിധാനങ്ങളെ കൃത്യമായി ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. മാലിന്യ സംസ്കരണം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. ഇനിയും ഒരു ജോയിയെ ബലികൊടുക്കാൻ ഇടവരാതിരിക്കട്ടെ.